I'm Deepa Espankar here inside my house. Now the time is 7:26 and today's date is 26th February. Now I will show the this thing. What you know, like this one. My Wi-Fi. Okay. Wi-Fi. Everything is proper. You can see these criminals are stopping somehow from accessing my Wi-Fi. All the three lights are here. Okay. See this, when this light blink, these criminals are doing something. Okay, like okay, these criminals will be doing something, creating interference and blocking my Wi-Fi actually, so that I should not access and it should not show that in my phone that I am at Sahadeva Mandiram, this and that. For that purpose, these criminals are doing all these things. Okay, for that purpose these criminals are doing. I am here inside my own house. This is my house, Sahadeva Mandiram. When I am here, this is my house, Sahadeva Mandiram, not anywhere else. Everything, my father is this Sahadevan. Okay, this is my father, and you can see even this. Okay, these two, and in this camera you will be seeing like this, and these criminals will be creating stories when I am there somewhere, this and that. Okay, totally rubbish stories. We can prove in the court that all the three cameras are in the same house. All these three cameras are mine, Deepa Espankar, and I fixed the camera, and this is my Wi-Fi, and all these three cameras are in my house, Sahadeva Mandiram, not anywhere else. Anybody can prove, at any court I can prove easily. Okay, what these bastards are creating, what drama, I don't know. Third rate drama actually. flow. These criminals are full of what, fake this thing actually. ഇവർ ഇങ്ങനെ ഫ്ലോസും കൊണ്ട് നടക്കുക. ഇവരുടെ ടെക്നോളജി എല്ലാം വെറും തേർഡ് റേറ്റ് ടെക്നോളജികളാണ്. എല്ലാം നമുക്ക് ഇതാക്കാൻ പറ്റുന്ന ഇതാണ്. കള്ളത്തരം കാണിക്കുന്ന എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇവന്മാരുടെ കള്ളത്തരങ്ങളെല്ലാം. എല്ലാ കള്ളത്തരങ്ങളും, എല്ലാ കള്ളനും. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന് ഇവനെ അടിച്ച പടി നമ്മൾ കയറ്റത്തില്ല. അവന് നമ്മുടെ എന്തൊക്കെയോ അങ്ങ് ആവണം, ഇവിടെ കയറി അങ്ങ് ഭരിക്കണം. ഇവൻ ആരാ നമ്മുടെ വീട് ഭരിക്കാൻ? ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ് ബാസ്റ്റേഡ് ഇവൻ ആരാ? ഇവൻ്റെ മക്കൾ രണ്ടുണ്ടാവും, അവിടെ ഭരിച്ചാൽ മതി. അല്ലാതെ ഇവിടെ കയറി ഭരിക്കൊന്നും വേണ്ട കേട്ടോടാ. നീ നിൻ്റെ വീട് ഭരിച്ചാൽ മതി, അല്ലാതെ ഇവിടെ ഒന്നും കയറി ഭരിക്കണ്ട. സുബ്രഹ്മണ്യനും കണ്ട ഇതൊന്നും. നീ നിൻ്റെ കണിയാനൊക്കെ നീ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ സജിത് പകൽവല്ലിയുടെ വീട്ടിൽ കേടി പാർക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ ഭരിച്ചാൽ മതി. അല്ലാതെ ഇങ്ങോട്ടൊക്കെ നീ കയറി ഭരിക്കാൻ വരണ്ട. നിന്നെയൊന്നും നിൻ്റെ നിൻ്റെ കാലുമുട്ട് ഞങ്ങൾ വെട്ടും. കാലുമുട്ട് ഞാൻ മതി വെട്ടാനും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. നീ ഇവിടെ ഈ പടി കയറിയാൽ നിൻ്റെ കാലുമുട്ട് പിന്നെ കാണത്തില്ല, നിന്നെ റെഡിയാക്കി വിടും സുബ്രഹ്മണ്യൻ. കേട്ടോടാ, നീ കഥയൊന്നും കൂടുതൽ ഉണ്ടാക്കണ്ട. നിൻ്റെ മോനെ വെച്ച് സംബന്ധക്കഥയൊക്കെ വേറെ വല്ലവരെയും കാശുണ്ടാക്കിയാൽ മതി കേട്ടോടാ. ഇൻഷുറൻസ് കാശ് ഉണ്ടാക്കണമെന്ന് അവൻ, ഇൻഷുറൻസ് കാശ് ഉണ്ടാക്കണമെന്ന്. രാജമ്മ വലിയ പിടുത്തമായി പുള്ളിമാർക്ക്. പക്ഷെ കള്ളി രാജമ്മ എന്ത് ചെയ്യും? രാജമ്മയുടെ എല്ലാം എടുത്തെന്ന് അവൾ എൻ്റെ വീട് വന്ന് നശിപ്പിച്ചേച്ച് പോയവള്. ഇവളിങ്ങനെ നടക്കുക, അവിടെ ഇവിടെ എല്ലാം കയറി നടക്കുക. 2 കല്യാണവും കഴിച്ച് 2 എണ്ണത്തിനെയും വക വരുത്തിയേച്ച്, ആദ്യത്തെ കല്യാണം കഴിച്ച് 10 മാസം കൊണ്ട് അയാളെയും വക വരുത്തി ഒരു കൊച്ചിനെയും കൊച്ചും ഉണ്ടായിരുന്നു. അവളെ കൊച്ചിനെയും വയറ്റി വെച്ച് തന്നെ വക വരുത്തിയേച്ച് നടക്കുന്ന രാക്ഷസികളാണ് വല്യത്തെ അവളുമാർ. രാക്ഷസികളിങ്ങനെ നടക്കുക, എന്നെയും പീഡിപ്പിക്കുന്ന കുറേ രാക്ഷസികളാണ് ഇവളുമാർ. എൻ്റെ അമ്മയെന്ന് പറയുന്നത് വലിയ രാക്ഷസി. അവൾക്ക് അവിടെ ഇളയ മോളെ സ്നേഹിക്കാൻ നല്ലപോലെ അറിയാം, നമ്മളെ ഇതൊക്കത്തില്ല. അവളുടെ രാക്ഷസിയുടെ ഇത്. അവൾ ഇവിടെ വന്ന് കുറേ വഴക്കുണ്ടാക്കുന്നവളാണ് അവിടെ പോയി അവൾ പഞ്ചപുച്ഛം അടക്കിയിരിക്കും. ഇവിടെ വരുമ്പോൾ അവൾക്ക് അങ്ങ് ഇളക്കം തുടങ്ങും. ഇവൾക്ക് ആ ഇളക്കം, ടെക്നമ്മയെന്ന് പറയുന്നവർക്ക് വലിയ ഇളക്കമാണ് ഇവൾക്ക്. അല്ലെങ്കിൽ അവൾക്ക് ഒരു ഇളക്കവും ഇല്ല. അവിടെയൊക്കെ ഇരുന്നാൽ അവൾക്ക് ഒരു ഇളക്കവും ഇല്ല. ഇവിടെ വരുമ്പോൾ അവൾക്ക് വലിയ ഇളക്കങ്ങളാണ്, വലിയ സാമർഥ്യമാണ്. വല്യത്തെ രാക്ഷസികൾ കുറേ ഉണ്ട്. എന്നെ അങ്ങ് കൊന്നേച്ച് ഇളയ മോളും അവനും കൂടെ അങ്ങ് പൊറുക്കുമെന്ന് വിചാരിച്ചു. ബിജുപ്പിയും കൂടെ അങ്ങ് പൊറുക്കും. സ്വത്തെല്ലാം കൂടെ എടുത്ത്, എൻ്റെ അച്ഛൻ്റെ സ്വത്തെല്ലാം കൂടെ എടുത്തങ്ങ് ഇവളങ്ങ് പൊറുക്കുമെന്ന് വിചാരിച്ചു. പ്രീത എസ് പണിക്കറും ബിജുപ്പിക്കും കൂടെ അങ്ങ് പൊറുക്കാമെന്ന് വിചാരിച്ച്. എല്ലാ സ്വത്തുക്കളും കൂടെ അങ്ങ് കൈയടക്കി അങ്ങ് പൊറുക്കാമെന്ന് വിചാരിച്ചു രണ്ടിനും കൂടെ. ബന്ധം ഒഴിഞ്ഞത് ആരോടും പറയണ്ട കേട്ടോ. ബന്ധം ഒഴിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരൊന്നും അറിയണ്ട. ബന്ധം ഒഴിഞ്ഞെന്ന് പിണങ്ങി നിൽക്കുമായിരുന്നു. എന്താ ചേട്ടത്തി അങ്ങ് ചത്തുപോയി, പിന്നെ ചേട്ടത്തിയെ കൊന്നേച്ച് ചേട്ടത്തി അങ്ങ് ചത്തുപോയതുകൊണ്ട് ചേട്ടൻ അനിയത്തിയുടെ ഭർത്താവ് അങ്ങ് ചത്തല്ലതുകൊണ്ട് ചേട്ടൻ അനിയത്തിയെ അങ്ങ് പൊറപ്പിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ അങ്ങ് കഥകളൊക്കെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെല്ലാം കഥകളുടെ പ്ലാനിങ് ആയിരുന്നെന്നറിയോ? വലിയ പ്ലാനിങ് ആയിരുന്നു ഇവളുമാർക്ക്. നടക്കുക. എൻ്റെ കൊച്ചിൻ്റെ പേര് മാളവിക ഡി. ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു മാളവിക ബിജു എന്നിടുന്നത്. പിന്നങ്ങ് മാളവിക ബിജു ആയി. കള്ളികൾ. അതുപോലെ തന്നെ അവിടെ ഇളയ മോടത് വർണ്ണിക ശ്രീ എന്നേ ഇടാവൂ, എം ഇടരുത്, മുരളിയുടെ എം. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പം നാട്ടുകാരും ചോദിക്കുന്നുണ്ട്, നിൻ്റെ രണ്ടെണ്ണത്തിനെയും ഏജ് ഡിഫറൻസ് കാണുമ്പോഴേ
7-8 വയസ്സിനുള്ള ഡിഫറൻസ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഇതെന്താ ഇങ്ങനെ ഈ കൊച്ചുങ്ങളെന്ന്. ഇത്രയും ഏജ് ഡിഫറൻസ് എന്താണെന്ന്, ഒരെണ്ണം വലിയതും ഒരെണ്ണം ഇച്ചിരിയുള്ളതും എന്തുവാണെന്നുള്ള ഡിഫറൻസൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഡിഫറൻസ്. എന്നെ കൊന്നുകൊന്നിച്ച് അവനെയും കൊന്ന് എന്നെയും കൊന്നേച്ച് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൊച്ചിനെ ഇവൻ്റെതൊക്കെ ആക്കി അങ്ങ് വാഴാമെന്ന് ചോദിച്ചു. പക്ഷെ നടന്നില്ല. പിന്നെ എവിടെയോ പോയി ഇങ്ങനെ താമസിച്ച് ജനിച്ചത് അവൾ. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ വ്യത്യാസം വന്നത്. പിന്നെ ഇങ്ങനെ അതുകൊണ്ടാണ് വർണ്ണികാശ്രീ മാത്രമേ ഇടാം. വർണ്ണികാശ്രീ എമ്മിടരുത്. പുതിയതാ ന്യൂമറോളജി. എന്തുവാ ന്യൂമറോളജി എന്തുവാന്ന് അറിയാമെങ്കിൽ വേണ്ടിയില്ല ന്യൂമറോളജി.